അമേരിക്കൻ എഴുത്തുകാരി മാർലോ തോമസിനോട് അവരുടെ അച്ഛൻ പറഞ്ഞൊരു കഥയാണ്. ഈ ലോകത്ത് 2 തരം മനുഷ്യരാണുള്ളത്, കൊടുക്കുന്നവരും വാങ്ങുന്നവരും. വാങ്ങുന്നവർ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചെന്ന് വരാം, എന്നാൽ ഏറ്റവും നല്ല ഉറക്കമുറങ്ങുന്നത് കൊടുക്കുന്നവരായിരിക്കും. കൊടുക്കലിൻ്റെ മാഹാത്മ്യം പങ്കുവെച്ച ആഘോഷമായിരുന്നു മലയാളിക്ക് ഇന്നലെ. നാടാകെ വിഷുക്കൈനീട്ടം പങ്കുവെച്ച ആനന്ദത്തിൻ്റെ ആഘോഷം. ആർക്കും നൽകാതെ സൂക്ഷിച്ചു വയ്ക്കുന്നതെല്ലാം ആർക്കും ഉപയോഗിക്കപ്പെടാതെ പോകും. പരസ്പരം നൽകി തുടങ്ങിയാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതിലും അർഹിക്കുന്നതിലും അപ്പുറം ലഭിക്കും. ആവശ്യത്തിലധികം ഉള്ളതുകൊണ്ട് നൽകുന്നവരുണ്ട്, ഒന്നുമില്ലാതിരുന്നിട്ടും നൽകുന്നവരുമുണ്ട്, പ്രതിച്ഛായ നന്നാകാൻ നൽകുന്നവരുമുണ്ട്, പ്രതിഫലം ഇച്ഛിക്കാതെ നൽകുന്നവരും നമ്മുടെ ചുറ്റുമുണ്ട്. നഷ്ടം വരുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഏർപ്പെടുത്തുന്ന നന്മകൾ മനുഷ്യത്വത്തിൻ്റെ മഹത്വമായി കാലങ്ങളോളം പ്രകാശിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇല്ലായ്മയിൽ നിൽക്കുമ്പോഴും കൊടുക്കാൻ തോന്നുന്നൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനോളം വലുതായി ഒന്നുമില്ല. മറ്റൊന്ന്, തനിക്ക് പ്രതിഫലമായി ഒന്നും വേണ്ടതില്ല എന്നാഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്നതിനായിരിക്കും ഏറ്റവും വലിയ മൂല്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് തണൽ ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും നിങ്ങൾ മരം നടാൻ തയ്യാറാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തൈ നടാൻ തയ്യാറാകുമ്പോഴാണ് നിങ്ങളിലെ മഹത്വം മൂല്യമേറിയതാകുന്നത്. തിരിച്ചൊന്നും കിട്ടില്ല എന്നറിവുള്ള സ്നേഹമാണ് ഏറ്റവും മനോഹരമായ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മധുരം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അത് കാലങ്ങളോളം ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും.